രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് അയോധ്യ. ഗർഭഗൃഹത്തിൽ സ്ഥാപിക്കുന്നതിന് മുൻപുള്ള വിഗ്രഹത്തിന്റെ പൂർണ്ണ ചിത്രം പുറത്തു വന്നു. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഭക്തർ ഒഴുകി എത്തുകയാണ്. ചടങ്ങിലേക്ക് രാമജന്മഭൂമി കേസിൽ വിധി പ്രസ്താവിച്ച ജഡ്ജിമാർക്കും ക്ഷണമുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ അയോധ്യയിൽ നിന്നും ചേരുകയാണ്. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള അവസാന വട്ട ഒരുക്കങ്ങളാണ് അയോധ്യയിൽ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാഴ്ച. രാജ്യത്തിൻ്റെ പല ഭാഗത്തുമുള്ള രാമഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൻ്റെ തന്നെ പല ഭാഗത്തു നിന്നും നടന്നും സൈക്കിളിലുമെല്ലാം വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റൊന്ന് സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇവിടെ അയോധ്യയിൽ നമുക്ക് ഇപ്പോൾ തന്നെ കാണാം, അയോധ്യ ക്ഷേത്രത്തിന് ഏതാണ്ട് 300 മീറ്റർ ഇപ്പുറത്താണ് ഈ സ്ഥലം. ഇവിടെ പോലീസ് ഈ സ്ഥലത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം വാഹനങ്ങൾ പരിശോധിച്ചും ഒപ്പം തന്നെ ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ നിരീക്ഷിച്ചും ഇരിക്കുന്നുണ്ട്. പോലീസ് മാത്രമല്ല, തൊട്ടപ്പുറത്ത് നമുക്ക് മറ്റൊരു കാഴ്ച കാണാം. അർദ്ധസൈനിക വിഭാഗത്തെ എല്ലാം കാണാം. തോക്കേന്തി നിൽക്കുന്ന പോലീസ് സേന ഒപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗമെല്ലാം അയോധ്യ നഗരത്തിലുണ്ട്. ഇവിടെയുള്ള സ്ഥാപനങ്ങളിൽ കെട്ടിടങ്ങളിലെല്ലാം ഇന്ന് രാവിലെ പരിശോധനയുണ്ടായിരുന്നു. വൈകിട്ട് വീണ്ടും പരിശോധനയുണ്ടാകും. അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ഉദ്ഘാടനത്തിനുള്ള പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഇവിടെ നോക്കൂ. ഇത് ബാൻഡ് സംഘം, ഉത്തർപ്രദേശ് പോലീസിലെ ബാൻഡ് സംഘമാണ്. അവർ യോഗി ആദിത്യനാഥ് ഇന്നിവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഇവിടെ തുടരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ പോലീസിലെ തന്നെ ബാൻഡ് സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. ഇങ്ങനെ വിപുലമായ ഒരുക്കങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അയോധ്യയിലാകെ. ശ്രീരാമന്റെ ചിത്രമുള്ള കൊടികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അയോധ്യ ആകെ. അതിനപ്പുറത്തുള്ള ഒരു കാഴ്ച, ഇവിടെ പ്രധാനമായും രാമന്റെ ചിത്രങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും. ഇവിടെ രാമന്റെ പേരുള്ള റോഡാണിത്. ഈ റോഡിന്റെ ഇരുഭാഗത്തും ശ്രീരാമന്റെ ചിത്രങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ഒപ്പം തന്നെ നരേന്ദ്രമോദിയുടെയും. ഒപ്പം ഈ റോഡെല്ലാം പുതിയ റോഡാണ്. നേരത്തെ വളരെ ചെറിയ ഒരു റോഡായിരുന്നു. ഇരട്ടിയിലധികം വലുപ്പം കൂട്ടി. അതിനൊപ്പം തന്നെ സമീപത്തെ കടകൾക്കെല്ലാം ഒരേ നിറം നൽകി. അതിൻ്റെ കെട്ടിടത്തിൻ്റെ രൂപകൽപ്പനയിലെല്ലാം ഏതാണ്ട് സമാനമായ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ ഇതാ ഇവിടേക്ക് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയുണ്ട്. ഇവിടെ കാണുന്ന കൊടിതോരണങ്ങൾ പോലെ നഗരമാകെ അലങ്കരിച്ചിരിക്കുകയാണ്. പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള അവസാന വട്ട ഒരുക്കങ്ങളാണ് എല്ലായിടത്തും അയോധ്യയിൽ കാണാൻ പറ്റുന്നത്.